അച്ഛന്റെ കാര്യങ്ങളും അച്ഛന്റെ മുറിയൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. ശരി ശരി. മോള് കരയുന്നു. ഞാൻ അവക്കുള്ള പാലെടുത്തിട്ട് വരാം. ഓ വാ വാ വാ. ശബരേട്ടനെ കാണുന്നില്ലോ ബാനുമ്മ. എന്റെ കാര്യം മറന്നു കാണോ? ഏയ്, നിന്നെ ഹോസ്റ്റലിൽ ചേർത്തേക്കാവുന്ന ശബരി നിന്റെ അച്ഛന് കൊടുത്ത വാക്കല്ലേ, അതവൻ മറക്കില്ല. അല്ലേലും ശബരേട്ടൻ അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല. പക്ഷെ എന്തു പറ്റിയാവോ? അയ്യോ, ഇനി തേച്ച് എങ്ങനെ പാര വെച്ച് കാണോ? ശബരേട്ടൻ എനിക്ക് ഹോസ്റ്റൽ റെഡിയാക്കി തരാന്ന് പറഞ്ഞത് ദേച്ചിക്ക് അത്ര ദഹിച്ചിട്ടില്ല. ആ, എങ്കിൽ സൂക്ഷിക്കണം. ദേച്ചിയാണല്ലോ വരുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇപ്പൊ വരാം. ശരി. ചേച്ചി, മഞ്ചാടി നീ റെഡിയായില്ലേ? വാ നമുക്ക് പോവാം. ദേച്ചി വരുന്നുണ്ട് എന്നെ ഹോസ്റ്റലിൽ ചേർക്കാൻ. പിന്നെ വരാതെ? നിന്റെ കൂടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വേണ്ടേ? ശബരിയേട്ട നിന്നെയും കൂട്ടി ഹോസ്റ്റൽ അന്വേഷിച്ച് നടക്കുന്നത് പരിചയമുള്ളവര് കണ്ടാ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാ? ഏട്ടൻ അനിയത്തിക്ക് വേണ്ടി ഹോസ്റ്റൽ അന്വേഷിക്കുന്നത് എന്തെങ്കിലും അപരാധമാണോ? എന്താ സംശയം? നീ ശബരിയേട്ടന്റെ സ്വന്തം അനിയത്തിയല്ലെന്നും ഭാര്യയുടെ അനിയത്തിയാന്ന് അറിയുന്നവർക്കും അത് വലിയൊരു അപരാധം തന്നെയാ. എന്നാ നിന്റെ കൂടെ ഞാനും കൂടി വന്നാ ആർക്കും ഒരു അപവാദം പറയാൻ പറ്റില്ല. ചേച്ചിയുടെ ഒരു കാര്യം ശബരിയേട്ടൻ കേട്ടില്ലേ ദേച്ചി പറഞ്ഞത്? കേട്ടു. അപവാദം പറയുന്നവരെങ്കിലും ദയക്ക് പേടിയുണ്ടല്ലോ, അത് നല്ലതാ. എന്തായാലും നിങ്ങൾ ഒരുമിച്ച് തന്നെ പൊയ്ക്കോ, അതിന് വേറൊരു അന്തസ്സുണ്ട്. ഒരുമിച്ച് തന്നെ ബാനോമേ പോകുന്നത്, അതുകൊണ്ടല്ലേ ഓട്ടോയിൽ വന്നത്. മഞ്ചാടി, നിനക്കെന്തെങ്കിലും എടുക്കാനുണ്ടോ? ആ, ഹോസ്റ്റൽ ഇന്ന് തന്നെ റെഡിയാവുമെങ്കിൽ ബാഗ് എടുത്ത് ഇറങ്ങാം. ആ, ബാഗ് എടുത്തു മഞ്ചാടി. ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ ചെന്നാ മാത്രം മതി. ശരി, എന്നാ ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. വിച്ചൂട്ടാ മോനെ, നീ ഉറങ്ങുവാണോ? വിച്ചൂട്ടന്റെ അമ്മയോടെ. അനുചേച്ചി ഇവിടെ ഒന്നും ഇല്ലേ ഭാനുവമ്മേ? അച്ഛനും ചീരച്ചേച്ചിയും കുഞ്ഞുങ്ങളും മാത്രല്ലേ പഞ്ചരത്നത്തിലേക്ക് പോയത്? അതെ, വിച്ചൂടിന് കൊടുത്തോണ്ടിരുന്ന മരുന്ന് തീർന്നു പോയി. ഓ, അനു അത് മേടിക്കാൻ പോയിരിക്കുക. ഇപ്പൊ അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. എന്നാ പോവാ. ശരി, പോട്ടെ ബാനമ്മ. പോയി വരാന്ന് പറ മക്കളെ. പോയിട്ട് വരാം ഓ, ബാനമ്മ. നന്നായി വാ. അപ്പോ ശരി ബാനുവമ്മ, ആ ബാഗ് ഇങ്ങതാ. ശരി ഭാനുവമ്മേ. പോയിട്ട് വാ. ഓ, പ്രതിഭേ, നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? ഇതൊക്കെ വലിയ റിസ്ക്. എന്ത് റിസ്ക്? തുടക്കമല്ലേ മീന്. എടി, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ നിന്നോട് പറഞ്ഞതായിരുന്നല്ലോ. പ്രതിഭ, എനിക്ക് മനസ്സിലായി. പക്ഷേ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മെഡിസിനും കൊടുക്കരുതെന്ന്. അതൊക്കെ എനിക്കറിയാം. നീ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. നീ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. ശരി, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നാ മതി. എത്രയാ? കാശൊന്നും വേണ്ട. 4 ടാബ്ലറ്റ് ഉണ്ട്. രാവിലെയും രാത്രി ഓരോന്ന് കഴിക്കാം. അപ്പൊ തന്നെ റിസൾട്ട് കിട്ടും. ആയില്ലെങ്കിൽ മാത്രം നാളെ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി, താങ്ക്സ് ഡാ. എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി.
ആ പ്രതിഭേ, അനുചേച്ചിയോ? ചേച്ചി എന്താ ഇവിടെ? മോന്റെ മരുന്ന് തീർന്നുപോയി, അത് വാങ്ങിക്കാൻ വന്നതാ. പ്രതിഭ മെഡിസിൻ വാങ്ങിക്കാൻ വന്നാണോ? അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് തലവേദനയുടെ ഗുളിക വാങ്ങാൻ വന്നതാ. എന്നാ ഞാൻ പോട്ടെ ചേച്ചി, ഇതൊന്ന് വേഗം എത്തിക്കണം. മരുന്നല്ലേ, പെട്ടെന്ന് പോയിക്കോ. ശരി. ആ ദേ ദേ ഇതിലെ സിറപ്പും രണ്ടാമത്തെ ടാബ്ലറ്റും വേണം. പ്രതിഭ ചേച്ചിക്ക് എങ്ങനെ പരിചയം? ആ, ഞങ്ങള് ബന്ധുക്കളാ. എന്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ ഭാര്യയാണ് പ്രതിഭ. ഓ, ഹസ്ബൻഡിന്റെ വീട്ടുകാര് കുഴപ്പക്കാരല്ലേ? കുഴപ്പക്കാരോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ചേച്ചി ആയതുകൊണ്ട് ഞാൻ പറയാം. ഭർത്താവിന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വയറ്റിൽ വളരുന്ന ജീവനെ ഇല്ലാതാക്കാൻ പോവാ പ്രതിഭ. അതെ, ആ മെഡിസിൻ ഒന്ന് വേഗം എടുത്തു തരാം. ഓക്കെ. സത്യേട്ടനായിരുന്നോ? കോളിംഗ് ബെൽ അടിക്കാതെ കയറി വന്നൂടെ? അതല്ലല്ലോ, പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ അറിയിച്ചിട്ട് വരുന്നതല്ലേ മര്യാദ. ആ, സത്യേട്ടനും ഞങ്ങളുമായി അത്രമാത്രം അകലുണ്ടെന്നർത്ഥം. അയ്യോ, അങ്ങനെയൊന്നും അല്ല, ഞാനൊരു തമാശ പറഞ്ഞതാണേ. സത്യേട്ടൻ വാ, അകത്തേക്ക് വാ. അല്ല, അങ്കിൾ എവിടെ? അച്ഛൻ റെഡിയാവുക. അങ്കിൾ എങ്ങോട്ടെങ്കിലും പോവാൻ റെഡിയാവുകയാണോ? ആണെന്ന് തോന്നുന്നു. സത്യേട്ടനോട് പറഞ്ഞില്ലേ? ഇല്ല, ഇങ്ങോട്ട് വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓ ശരി, കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ഓക്കെ, പ്രതിഭ വീട്ടിലേക്ക് വന്നോ? എന്താ? അല്ല, സത്യേട്ടന്റെ വൈഫ് പ്രതിഭ സത്യേട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നോന്ന്. ഇല്ല. അല്ല, അതെന്താ ഇപ്പൊ ചോദിക്കാൻ? അല്ല, പ്രതിഭയെ കുറിച്ച് സത്യേട്ടൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ആന്റി അന്ന് പറഞ്ഞ പ്രതിഭ അവളുടെ വീട്ടിലാണെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ.